എത്ര തവണ പോയാലും മടുക്കാത്തതും വീണ്ടും പോകാൻ തോന്നുന്നതുമായ ഒരു സ്ഥലമാണ് കേട്ടോ ബീച്ച്. അപ്പോൾ ഇത്തവണ ഞങ്ങൾ വെക്കേഷൻ നാട്ടിൽ പോയ സമയത്ത് കഴിമ്പ്രം ബീച്ചിലാട്ടോ പോയത്. അപ്പോൾ ഈ ഒരു ബീച്ച് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ഞങ്ങൾ ബീച്ച് വിസിറ്റ് ചെയ്ത സമയത്ത് ആ ഒരു ഫ്രണ്ടിനെ അവിടെ വെച്ച് യാദൃശികമായിട്ട് മീറ്റ് ചെയ്യുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് ശ്രീലക്ഷ്മി. അപ്പോൾ ശ്രീലക്ഷ്മിയാണ് കേട്ടോ ഈ ഒരു ബീച്ചിനെ കുറിച്ച് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങളോട് വിസിറ്റ് ചെയ്യുന്നത്. നാട്ടിലെത്തിയപ്പോൾ തൊട്ട് ജോക്കും മാളൂട്ടിയും പറയണതാണ് കേട്ടോ ബീച്ചിൽ പോകണം എന്നുള്ളത്. രണ്ടുപേർക്കും ബീച്ചിൽ പോകാനും കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ജോക്കുനും മാളൂട്ടിക്ക് മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ബീച്ചിൽ പോകാമെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാണ് കഴിമ്പ്രം ബീച്ചിൻ്റെ ഒരു വ്യൂ. ഞങ്ങൾ ചെന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ബീച്ചിലെത്തേണ്ട താമസം ഉണ്ടായിരുന്നല്ലോ കേട്ടോ. എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങി ആവശ്യം പോലെ കളിക്കുകയും എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്തു. കുറേ ഡാൻസ് കളിച്ചു, മണലിൽ കളിച്ചു, അതുപോലെ തന്നെ മണൽ കൊണ്ട് ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി. പിന്നെ ജോക്കും മാളൂട്ടിയും അവിടെ വന്ന വേറെ കുട്ടികളൊക്കെ കൂടിയിട്ട് എന്തൊക്കെയോ അവരുടേതായ രീതിയിൽ കുറേ കളികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്താ പറയുക, മൊത്തത്തിൽ എല്ലാവരും നല്ല പോലെ എൻജോയ് ചെയ്യുകയും ചെയ്തു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനും സ്വത്തും കൂടിയിട്ട് മാളൂട്ടിൻ്റെയും ജോക്കുവിൻ്റെയും കൂടെ മണലുകൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കാനായിട്ട് കൂടെ കൂടി. അപ്പോൾ ജോക്കുൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എയറോപ്ലെയിനാണ് ഉണ്ടാക്കണത്. മാളൂട്ടി കൊട്ടാരവും വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ തിരമാല വന്ന് അതൊക്കെ മാച്ച് കളയാണ് ചെയ്യണത്. പക്ഷെ വീണ്ടും ചെയ്തുകൊണ്ടേയിരുന്നു കേട്ടോ. ഇവരുടെ കൂടെ കൂടി മണലിൽ കളിക്കുന്ന സമയത്ത് ഞാനും പണ്ട് കുട്ടിക്കാലത്ത് ഇതുപോലെ ബീച്ചിലൊക്കെ വന്ന് കളിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങളായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയത്. കുട്ടികളോടൊപ്പം കളിക്കുമ്പോൾ നമ്മളും ചിലപ്പോഴൊക്കെ കുട്ടികളാവുമെന്ന് പറയുന്നത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്കും പലപ്പോഴും തോന്നാറുണ്ട്. പ്രത്യേകിച്ച് ബീച്ചിലൊക്കെ പോയി ഇതുപോലെ കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. അത് ശരിക്കും നമുക്ക് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഒരുപാട് സമയം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. കുട്ടികൾ കളിക്കുന്നതിനൊപ്പം നമ്മൾ പാരൻസും കൂടി ജോയിൻ ചെയ്യുമ്പോൾ അവർക്കൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പ്രത്യേകിച്ച് ജോക്കും മാളൂട്ടി എപ്പോഴും കളിക്കുമ്പോൾ ഞങ്ങളെ വിളിക്കാറുണ്ട് അവരുടെ കൂടെ നിൽക്കാനും അവർ ചെയ്യണത് കാണാനും അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് അവർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ മാളൂട്ടി നമ്മുടെ ചാനലിൻ്റെ പേര് എഴുതുന്നതാണ് കേട്ടോ മണലിൽ, ജെ ഫോർ ജേണിന്ന്. പിന്നെ കടലമ്മ കള്ളി, അതുപോലെ ഞങ്ങളുടെ 4 പേരുടെ പേര്, അതൊക്കെ മാളൂട്ടി ഇത് എഴുതിക്കൊണ്ടിരിക്കണം. അപ്പോൾ എവിടുന്നോ ഒരു സ്പൂൺ കിട്ടിയിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ അത് വെച്ചിട്ടാണ് ആൾ എഴുതണേ കേട്ടോ. ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ മണലിൽ ഇതുപോലെ എഴുതുക, തിരമാല എന്നത് മായ്ക്കുക, വീണ്ടും എഴുതുക, വീണ്ടും മായ്ക്കുക. ഇതിങ്ങനെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണല്ലേ. മായ്ക്കുന്ന അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ എഴുതണത്. എന്നാലും അതങ്ങനെ എഴുതാമെന്ന് പറയുന്നത് ഒരു പ്രത്യേക രസമുള്ളൊരു കാര്യമാണ്.
മാളൂട്ടി എഴുതണതൊക്കെ അതേ നമ്മുടെ തിരമാല വന്നൊക്കെ മാച്ച് കളയുന്നുണ്ട്. അപ്പോൾ മാളൂട്ടി അതനുസരിച്ച് വീണ്ടും എഴുതും, വീണ്ടും തിരമാല മായ്ക്കും, വീണ്ടും എഴുതും. അങ്ങനെ തന്നെയാണ് കുറേ നേരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണേ കേട്ടോ. എന്നാലും അതങ്ങനെ എഴുതാമെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ്. നമ്മൾ ബീച്ചിൽ വന്നിട്ട് എത്രയോ തവണ ചെറുപ്പത്തിലൊക്കെ ഇതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ കടലമ്മ കള്ളി എന്നുള്ളത് ആദ്യമേ തൊട്ട് നമ്മൾ എപ്പോഴും എഴുതുന്നൊരു കാര്യമാണ്. അതങ്ങനെ മാച്ച് കളയും, പിന്നെ നമ്മൾ എഴുതും. അതിൽ പക്ഷെ ഒരു സന്തോഷം നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ അതേ അങ്ങനെ കുറേ നേരം എഴുതി. അത് കഴിഞ്ഞ് വീണ്ടും അവരുടേതായ രീതിയിൽ കുറേ മണലുകൊണ്ട് എന്തൊക്കെയോ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറേ ഫ്രണ്ട്സിനൊക്കെ അവിടെ നിന്ന് കിട്ടിയിരുന്നു. അപ്പോൾ ആ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീണ്ടും അവരെല്ലാവരും കൂടിയിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കാണ്. ഞങ്ങളെല്ലാവരും വെള്ളത്തിലിറങ്ങിയിട്ട് അപ്പച്ചനമ്മയൊന്നും വെള്ളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവരിതേ കടൽ തീരത്തോടെ കാറ്റൊക്കെ കൊണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ചുമ്മാ കുറേ നേരം നടന്നു. അങ്ങനെ ഞങ്ങൾ വന്നിട്ട് നേരെ ഒത്തിരി ആയിട്ടു. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. പക്ഷേ എത്ര നേരം ഈ വെള്ളത്തിൽ കളിച്ചിട്ടും ബീച്ചിൻ്റെ ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ടും ശരിക്കും മതിയാവുന്നില്ല. ബീച്ചിൽ വന്നാൽ അങ്ങനെയാണ്, നമുക്ക് പോകാനായിട്ട് തോന്നില്ല കേട്ടോ. അത്രയും സൂപ്പറാണ്. എന്തായാലും ഫസ്റ്റ് ടൈമാണ് കഴിമ്പ്രം ബീച്ച് വിസിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, എങ്ങനെയാവും എന്താവും എന്നൊക്കെ. പക്ഷേ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ക്ലൈമറ്റും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു, അതും വലിയൊരു ഫാക്ടറാണ് കേട്ടോ. ഞങ്ങൾ വന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സന്ധ്യ ആയി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ. എത്ര നേരം കളിച്ചു കഴിഞ്ഞാലും ജോക്കുവിനോടും മാളൂട്ടിയോടും മതി നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കഴിയട്ടെ എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. എനിവേ ബീച്ചിൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ തൃശ്ശൂരുള്ളവരാണെങ്കിൽ ഈ കഴിമ്പ്രം ബീച്ചിലൊന്ന് വിസിറ്റ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. മുൻപ് വിസിറ്റ് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കഴിമ്പ്രം ബീച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.